ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം കേട്ടോ. അപ്പം വണ്ടികൾക്കൊക്കെ പൊതുവെ ഓട്ടക്കുറവ്, മൊത്തത്തിലും ആകെ ഒരു പ്രശ്നബാധിത മേഖല പോലെ ആയി. ഇപ്പം മഴ കാരണം ഒന്നും ഒരു സംഭവം നടക്കണില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഈ മഴ നനഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ, നമ്മുടെ സ്വന്തം വണ്ടി ആപ്പെ ക്ലാസിക് ഒബേഡി 2 കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. അതായത് വണ്ടിയുടെ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷമായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനോടിടയ്ക്ക് 2 പ്രാവശ്യം എൻ്റെ വണ്ടിയുടെ ഗിയർ ബോക്സ് പണിതു. അത് ആ നീഡിൽ ബെയറിങ് കംപ്ലൈൻറ്റ് ആയതാണ് കേട്ടോ പ്രശ്നം. അപ്പോൾ കമ്പനി വരുന്ന നീഡിൽ ബെയറിങ് ഒരിക്കലും കൊള്ളത്തില്ല. അത് മാറ്റിയിട്ട് മഹീന്ദ്ര ആൽഫയുടെ നീഡിൽ ബെയറിങ് ഇട്ട് നമ്മൾ ഗിയർ ബോക്സ് പണിതാൽ നിൽക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രശ്നം അതല്ല. നിലവിൽ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ മഴയൊക്കെ ആകുമ്പം നല്ല ഗ്രിപ്പുള്ള ടയർ ഇട്ടില്ലെങ്കിൽ വണ്ടി ചവിട്ടിയാലൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയെ വന്ന ടയറാണ്, ട്യൂബ്ലെസ് ടയറാണ്. ഇപ്പോഴും ഞാനത് കട്ട് ചെയ്താട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം കട്ട് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഇത്രയും നാളും വേറെ ഒരു കുഴപ്പങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ 1500 രൂപയായി ഇപ്പം ഈ കട്ട് ചെയ്യുന്ന ടയറിന് വില. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞപ്പം ടയറിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം പണി കിട്ടിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത ടയറിൻ്റെയോ റബ്ബറിൻ്റെയോ കംപ്ലയിൻ്റ് അല്ലെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ വണ്ടിക്ക് വന്നേക്കുന്ന കംപ്ലയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നണേ. എന്താണേലും നമ്മൾ 50 പൗണ്ട് കാറ്റടിച്ചാണ് കേട്ടോ വണ്ടി ഈ ടയറിട്ട് ഓടുന്നത്. അപ്പം വേറെ കാറ്റിൻ്റെ കുറവോ അങ്ങനെയൊന്നും ഒരു പ്രശ്നം കണ്ടില്ല. ഞാൻ വണ്ടി ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്തു. അപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും അവർ പറയുന്നതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഷോക്ക് ഓബ്സറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഷോക്ക് ഓബ്സർ ചെറുതായിട്ടൊന്ന് കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ടയറിൻ്റെ ഈ ഷേപ്പ് ഒരു ഇങ്ങനെ ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ എഡ്ജ് പോയേക്കണുണ്ടോ. സാധാരണ തീരുവാണെങ്കിൽ ഈ 2 കട്ടയുടെ വരെയുള്ള ആ 2 സൈഡ് തീരണ്ടാണ്. വണ്ടിയുടെ ചെരിഞ്ഞല്ലേ ഓടുന്നത്. അപ്പം നമ്മൾ ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇട്ടിരുന്ന ടയറാണ് കേട്ടത്. ഇത് ഇങ്ങനെ ആയിപ്പോയി. നിങ്ങളുടെ വണ്ടികൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.